ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നത് ഈ പറമ്പിൽ? അതാക്കല്ലേ എനിക്കറിയില്ലാത്തത്. അപ്പം ഈ പായസത്തിന് വേണ്ടിയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് പറിക്കാനാണ് ഞാനിവിടെ വന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻറ്റ്. ഞങ്ങൾക്ക് പറയുന്നു വേണ്ടല്ലോ, മത്തനല്ലേ ഇത്. അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷ് പറയും പങ്കിൻ. അപ്പം മത്തനേരിയ വളരുന്ന ഇതേപോലത്തെ വള്ളികളിലാണ് മത്തൻ പടർത്തിയെടുക്കുന്നത്. ഈ വള്ളി പടരുന്ന മത്തനും വലുതാവും. കൂട്ടുകാരി, ഇതിൻ്റെ ഇലേൻ്റെ ഷേപ്പ് കണ്ടോ? ഒരു ലോഡ് ഷേപ്പില്ലേ? ഇതിൻ്റെ കാണ്ടത്തിലും ഇലയിലൊക്കെ ചെറിയ ചെറിയ രോമങ്ങളുണ്ട്. കണ്ട, കുറച്ച് റഫാണ് ഇത്. ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പേരിയൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഇപ്പം ഇലയിൽ നന്നായിട്ട് വൈറ്റമിനുണ്ട്. നമുക്ക് ഉപ്പേരി വെച്ചും കറി വെച്ചൊക്കെ കഴിക്കാം. ഇത് മത്തൻ്റെ പൂവാണ്. നല്ല യെല്ലോ കളറില്ലേ? ഇതൊന്ന് വാടിപ്പോയതാണ്. ഇത് വിടമാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിന്. ഇതിനൊരു ചെറിയ മണമുണ്ട്. ഈ പൂവ് ഉപ്പേരി വെച്ച് കഴിക്കാം. ഇതിൽ പൂവും ഇലയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? നമ്മൾ പായസത്തിനുണ്ട് മീനാണ് എടുക്കുന്നത്. മത്തൻ ഇത് നമുക്ക് പറിച്ചെടുക്കണ്ടേ? ആദ്യം ഞാൻ ഉമ്മച്ചീനെ വിളിക്കട്ടെ. ഉമ്മ വേഗം വാ, നമുക്ക് മത്തൻ പറിക്കണം. ഇപ്പം നമ്മൾ മത്തൻ പറിച്ചെടുക്കണം. ഇതിനെന്ത് വെച്ച് താങ്ങാൻ പറ്റുന്നില്ലേ? ഇപ്പം നമ്മളെ മത്തൻ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ട്. അതിനൊരു യെല്ലോ കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ട്. വിത്ത് തിന്നങ്ങൾക്ക് നല്ല കാൽസ്യവും നല്ല വൈറ്റമിൻ സി എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ വിത്ത് കണ്ട ഒരു ഓവൽ ഷേപ്പാക്കണ്ടേ? ഒരു വലിയ പോലെ ഷേപ്പാക്കണ്ട. ഇതാണ് നമ്മൾ മത്തൻ്റെ വിത്ത് കളിക്കരുത് കേട്ടോ. വിത്ത് കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം, പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് അപ്പം നമുക്ക് ഉണക്കിയിട്ട് വറുത്ത് നമുക്ക് കഴിക്കാം. ഇത് നല്ലതാ, കുട്ടികൾക്കെല്ലാം പുറത്തിന് നല്ലതാ. അല്ല വൾച്ചൺ. ഇതിനെ കൊണ്ട് ഒരു ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പഴുപ്പ്. ഇതിൻ്റെ മഞ്ഞ നിറത്തിന് കാണാം. ഇനി അരോട്ടിങ് എന്ന് പറഞ്ഞ. അപ്പം ഇത് തിന്നു കഴിഞ്ഞാൽ ശരീരത്തിലിരിക്കുമ്പോൾ ഇതിലും വൈറ്റമിൻ എ ആവും. അപ്പം കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പം പണ്ട് കാലത്ത് തിമിരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് കൂടാതെ ഇതിൽ വൈറ്റമിൻ സിയും ഉണ്ട്, വൈറ്റമിൻ ബിയും ഉണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. വൈറ്റമിൻ എ ക്യാൻസറിനകത്തിട്ടും ഉപയോഗിക്കും. ഇത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇരുമ്പുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ആണ്. അപ്പം നമ്മൾ മത്തങ്ങനെ കുറച്ച് എല്ലാം മനസ്സിലായോ? ഇതിൻ്റെ ഒരൊറ്റ ഭാഗം കഴിയുന്നില്ലല്ലേ? ഇതിന് എത്രത്തോളം ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. അപ്പം ഇത് തീർച്ചയായും അടുത്ത തവണ കൃഷി ചെയ്യണം കേട്ടോ. എന്നിട്ട് പായസവും കറിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഞാൻ റെസിപ്പിയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് പറയുന്നത് നോക്കാം. ഇത്തിരി 1 പാല്, 2 പാല്, ആവശ്യത്തിനത്ര ശർക്കര, പിന്നെ ഇത്തിരി ചെറിയ ജീരക, ഏലക്കായ്, ഒരു ചെറിയ ചുക്ക്, ഇത്തിരി സാൾട്ട്, പിന്നെ മത്തൻ, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇപ്പം ഞാൻ വമ്പയറൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ പുകർത്തി 5 മിനിറ്റ്
പുകർത്തി വെച്ചിരുന്നു വെള്ളത്തിൽ. അപ്പം വേഗം തന്നെ ഇത് വേവിക്കിട്ടു. ഇപ്പം ഞാൻ ചെറുപയർ ഒരു 2 വിസിൽ അടിച്ച് വേവിക്കുകയാണ്. നമുക്ക് മൂടി ഇപ്പം നമ്മളെ മത്തൻ ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇത് നമ്മൾക്ക് ഉടനെ കിട്ടുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ശർക്കര പാനി ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും ഒന്ന് വേവട്ടെ, അവരെ നമുക്ക് വെച്ചു. ഇപ്പം നമ്മൾ മൊത്തം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. നല്ലോണം ഒടിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊന്ന് ഒരു പീസ് ഒടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ വേവിച്ച മമ്മേറും ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം വച്ചുന്ന വേഗത്തിൽ നമുക്ക് ഇത് ഒന്ന് ഒടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായി ചൊടിച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. മത്തലിൽ ഞാൻ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മത്തലിൽ പൊടിക്കട്ടെ. ഇപ്പം മത്തനവിടെ വേകുമ്പോഴേക്കും നമുക്കിത് മൂന്നും നമുക്ക് മിക്സിയിലിട്ട് പൊടിപ്പിച്ചെടുക്കാം. ഞാൻ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് അതും അതിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മളെ ഈ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ? നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആദ്യം 2ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2ാം പാല് ചേർക്കണം. 2ാം പാലൊന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് 1ാം പാൽ ചേർക്കാം. ഇപ്പം നമ്മളെ പായസത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറവേതെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് മുന്തിരി ഇടാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഇടാം. അപ്പം നമ്മൾ അടിപൊളി മത്തൻ പായസത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിച്ചേക്കാം. വെരി വെരി സൂപ്പർ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.